നമസ്തേ. ഹൗ ആർ യു? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നോ? അടിച്ച് പൊളിക്കുവാണ് വീട്ടിൽ നിന്ന്. പഠിക്കാനൊന്നുമില്ല, കളിക്കുവാണ് കാര്യമായിട്ട്. ആണോ? അല്ല, നിങ്ങൾ പഠിക്കൂലേ? അപ്പം നമ്മൾ 4th ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. 3rd ചാപ്റ്റർ വരെ നിങ്ങൾ പഠിച്ചോ? നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തോ? ഡൗട്ടൊന്നുമില്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ 4th ചാപ്റ്ററിൽ പഠിക്കുന്നത് MS വേർഡ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ക്രിയേറ്റിംഗ് ഡോക്യുമെന്റ്. ഇതാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന ആപ്ലിക്കേഷനിൽ ഒരു വേർഡ് ഡോക്യുമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എസ് എഴുതും ഇല്ലേ? എസ് എഴുതും. നമ്മളൊരു ഐഡിയ ഇട്ട്, ഇപ്പൊ മൈ സ്കൂൾ എന്നൊരു ടോപ്പിക് എന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി ഒരു എത്ര പേജ് വേണമെങ്കിലും എഴുതില്ലേ? എന്നിട്ട് അതിലൊരു ഹെഡിങ് ഉണ്ടാവും. മൈ സ്കൂൾ എന്നുകൊണ്ടൊരു ഹെഡിങ് എഴുതും. പിന്നെ അതിന്റെ താഴെ സ്കൂളിനെ പറ്റി വിവരിച്ചെഴുതും. സ്കൂളിലെ ഇമ്പോർട്ടന്റ് പാർട്സ് ഒക്കെ നമുക്ക് ഫോട്ടോ കിട്ടുവാണെങ്കിൽ പിക്ചർ ഒട്ടിക്കും. പിന്നെ ചില ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതും, ചിലത് നല്ല ബോൾഡ് ആയിട്ട് എഴുതും, ചിലത് അണ്ടർലൈൻ ചെയ്യും. പിന്നെ ഭംഗിക്ക് വേണ്ടി ബോർഡർ ഒക്കെ കൊടുക്കും ഇല്ലേ? അങ്ങനെ നമുക്ക് ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റി എഴുതുമ്പോൾ അതിനെ കളർഫുൾ ആക്കാൻ വേണ്ടിയും അതിനെ ഒരു ഇൻട്രസ്റ്റിംഗ് വരുത്താൻ വേണ്ടിയും നമ്മൾ അതിന് ഒരുപാട് ഫോർമാറ്റ് ചെയ്യും ഇല്ലേ? ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മേക്ക് ചേഞ്ച് ആണ് ഫോർമാറ്റ്. എന്തുവാണ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ? മേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ നമുക്ക് എന്തിനു പറ്റും? MS വേർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്യാം. എന്തൊക്കെ ചെയ്യാം? ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തതിൽ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം, പിക്ചർ ആഡ് ചെയ്യാം, ഷെയ്ഡിങ് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? വേർഡ് ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നല്ല രസമാണ് ഇത്. ഇൻട്രസ്റ്റിൽ പഠിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ കമ്പ്യൂട്ടറിൽ പോയിട്ട് ഒരു ഡോക്യുമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. വി ആർ ഗോയിങ് ടു creating a new document using MS Word 2010. Okay, we are going to creating a new document. Okay, go to file, അല്ലെങ്കിൽ എന്ത് പറയും? മൈക്രോസോഫ്റ്റ് വേർഡ് 2010 ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിക്ക് ഓൺ ഫയൽ, ന്യൂ. ക്ലിക്ക് ഓൺ ഫയൽ, ക്ലിക്ക് ഓൺ ന്യൂ. There are different kinds of templates. ഓരോന്നിനും ഓരോ എയിം ആണുള്ളത്. ഓക്കെ, ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ബ്ലോഗ് പോസ്റ്റ് ഇങ്ങനെയാവും വരിക. കണ്ടോ? ഇതുപോലെ ഓരോന്നിനും സെപ്പറേറ്റ് എയിമുണ്ട്. നമ്മൾ എന്താണ് എടുക്കുന്നത്? സെലക്ട് ബ്ലാങ്ക് ഡോക്യുമെന്റ്. ഓക്കെ, ഇതോ വന്നു ക്രിയേറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂ എടുക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, ക്ലിക്ക് ഓൺ ഫയൽ ടാബ്, ദെൻ ക്ലിക്ക് ഓൺ ന്യൂ. അവൈലബിൾ ടെംപ്ലേറ്റ് ബാക്ക് സ്റ്റേജ് വിൻഡോ. ഇത് പറഞ്ഞ പേരെന്തുവാണ്? അവൈലബിൾ ടെംപ്ലേറ്റ് ന്യൂ. ഇതാണ് അവൈലബിൾ ടെംപ്ലേറ്റ് ബാക്ക് സ്റ്റേജ് വിൻഡോ എന്ന് പറയുന്നത്. ഏതാണ്? അവൈലബിൾ ടെംപ്ലേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൈലബിൾ ടെംപ്ലേറ്റ്സ് ബാക്ക് സ്റ്റേജ് വിൻഡോ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ബ്ലാങ്ക് ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. എന്ത് വന്നു? അപ്പൊ നമുക്ക് അവിടെ ഒരു പുതിയ ഒരു ഡോക്യുമെന്റ് നമുക്ക് കാണാൻ പറ്റും ഇല്ലേ? ദെൻ ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയ ഷോർട്ട് കട്ട് കീ ഏതാണ്? കൺട്രോൾ N. ഏതാണ്? കൺട്രോൾ N. അടുത്തത് എൻ്ററിങ് കണ്ടന്റ് ഇൻടു എ ഡോക്യുമെന്റ്. നമുക്ക് എന്തൊക്കെ കണ്ടന്റ് ഇതിനകത്ത് എൻ്റർ ചെയ്യാം നോക്കിയേ. ടെക്സ്റ്റ്, ഓക്കെ, ടേബിൾസ്, ചാർട്ട്, പിക്ചർ, അതർ ഒബ്ജക്ട്സ്. എന്തൊക്കെയാണ്? ടെക്സ്റ്റ്, ടേബിൾ, ചാർട്ട്, പിക്ചേഴ്സ് ആൻഡ് അതർ ഒബ്ജക്റ്റ്. ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം ഇല്ലേ? ടെക്സ്റ്റ് എൻ്റർ എന്ത് ചെയ്യണം? പ്ലേസ് ദ കഴ്സർ in the
working area or text area, then start to type. I am a girl. I am studying Sri Saraswati Vidya Niketan, Malayinkide. Malayinkide. Okay. ഇവിടെ ഒരു റെഡ് വേവിൽ എന്ത് വന്ന കണ്ടോ? ഡബിൾ ക്ലിക്ക് അല്ല, റൈറ്റ് ക്ലിക്ക് കൊടുക്കുമ്പോൾ കണ്ടോ ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിൽ ഓക്കെ സെലക്ട് ചെയ്യുക. വിദ്യാനികേതൻ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഫസ്റ്റ്, ഓക്കെ. മലയിൻകീഴ് ക്യാപിറ്റൽ ലെറ്റർ ആണ് ഫസ്റ്റ്, ഓക്കെ. ഓക്കെ, നമ്മൾ എന്തു കണ്ടു? എന്ന് ടൈപ്പ് ചെയ്യുന്ന വേർഡ്സിന്റെ അണ്ടർലൈറ്റ് റെഡ് വേവി ലെങ്ത് കണ്ടു. അതെന്തുകൊണ്ടാണ്? ഗ്രാമർ അല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണിക്കാനാണ് അല്ലേ? ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ അവിടെ ഗ്രീൻ വേവി ലെങ്ത് വന്നേന്നു. ഓക്കെ, നമ്മളത് റൈറ്റ് ക്ലിക്ക് കൊടുത്തു, അതിൽ നിന്ന് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തു, ശരിയാക്കി ഇല്ലേ? നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഞാനതിനെ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് എങ്ങനെയാണ്? പ്ലേസ് ദ കഴ്സർ ബിഫോർ ദ സെന്റൻസ്, then click and drag the enter. ഓക്കെ, ഇതുകൊണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്കിവിടെ എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഇത് കണ്ടോ, ഫോണ്ട് ഗ്രൂപ്പ് വന്നു. അതിന് ഞാൻ എന്താക്കുന്നു? സൈസ് കൂട്ടി 18. ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്? ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വെച്ച് ശ്രീ സരസ്വതി ഇവിടെ വെച്ച് നമുക്ക് അടുത്തൊരു ലൈൻ ആക്കണം എന്നെങ്കിൽ, ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് എന്ത് കൊടുത്താൽ മതി? പ്ലേസ് ദ കഴ്സർ ഫ്രം വേർ വി വാണ്ട് ടു ക്രിയേറ്റ് എ ന്യൂ ലൈൻ, ദെൻ ക്ലിക്ക് ഓൺ എൻ്റർ. കണ്ടോ, ഇവിടെ മലയിൻകീഴ് അവിടെ വെച്ച് നമുക്കടുത്ത് ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബിഫോർ മലയിൻകീഴ്, ദെൻ ക്ലിക്ക് എൻ്റർ. ഓക്കെ, ഇനി മലയിൻകീഴ് എന്നുള്ളത് മലയിൻകിൽ എന്നാക്കണം എന്ന് വെച്ചു. നമുക്ക് എന്ത് ചെയ്യണം? എവിടെയാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അവിടെ പ്ലേസ് ദ കഴ്സർ there and click on backspace key. കണ്ടോ, മലയിൻകിൽ. ഓക്കെ, അപ്പൊ എന്തൊക്കെ ചെയ്യാൻ പഠിച്ചു? എൻ്റർ എന്തിനാന്ന് പഠിച്ചു, എന്നിട്ടോ ബാക്ക് സ്പേസ് കീ എന്തിനാന്ന് പഠിച്ചു. ഇനി നമുക്കിവിടെ ഐ ആം എ ഗേൾ, ഐ ആം സ്റ്റഡിയിങ് ഇൻ, ആ ഇൻ വേണ്ട എന്ന് വെച്ചോളൂ. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റഡിയിങ് വേണ്ട, ഐ ആം ഇൻ എന്ന് മതി എങ്കിൽ സ്റ്റഡിയിങ്ങിന് സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒരു വേർഡ് ഫുൾ അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഫുൾ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഫുൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണം, അത് റിമൂവ് ചെയ്യണമെങ്കിൽ സെലക്ട് ദാറ്റ് സെന്റൻസ് ഓർ പാരഗ്രാഫ്, ക്ലിക്ക് ഓൺ ഡിലീറ്റ് കീ ഓൺ ദ കീബോർഡ്. ഓക്കെ, ഇവിടെ ഗ്രീൻ വേവി ലെങ്ത് ആണ് വന്നേക്കുന്നത്. റൈറ്റ് ക്ലിക്ക്, അവിടെ ഗ്രാമർ ആണ് ചോദിക്കുന്നത്. കണ്ടോ, വേണ്ട, അതങ്ങനെ കിടന്നോട്ടെ. ദെൻ പിക്ചർ ഇൻസേർട്ട് ചെയ്യാനാണ്. പ്ലേസ് ദ കഴ്സർ, ഗോ ടു ഇൻസേർട്ട് ടാബ്. എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകണം? ഗോ ടു ഇൻസേർട്ട് ടാബ്. എന്നിട്ട് പിക്ചർ ഉണ്ട്, കണ്ടോ. ക്ലിപ്പ് ആർട്ട് ആണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുക. ഏത് വേണം? കമ്പ്യൂട്ടർ എന്നാണ് വേണമെങ്കിൽ നമ്മളിവിടെ സെർച്ച് ഫോർ എന്നുള്ളിടത്ത് കമ്പ്യൂട്ടർ അടിച്ചു കൊടുക്കുക, ഗോ കൊടുക്കുക. കണ്ടോ, കമ്പ്യൂട്ടറിന്റെ പിക്ചർ ഒന്നാണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കമ്പ്യൂട്ടർ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. ഇനി അത് വേണ്ട, നമുക്ക് എന്ത് ചെയ്യണം? അല്ലതൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണം. ഇനി ഇതിൽ തന്നെ ഒരുപാട് ഫോർമാറ്റിംഗ്, പിക്ചർ സ്റ്റൈൽ മാറ്റാം.
മാറുന്നുണ്ടോ? പിക്ചർ മാറുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമുക്കതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളതല്ല, ജസ്റ്റ് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇനി നമുക്കൊരു പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലിക്ക് ഓൺ പിക്ചർ. ക്ലിക്ക് ഓൺ ദാറ്റ് പിക്ചർ, ഇൻസേർട്ട്. കണ്ടോ? ഇതിന്റെ സൈസ് എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം അറിയാലോ. ബോർഡറിൽ കാണുന്ന ബബിൾസിൽ പിടിച്ചിട്ട് ഇൻ എങ്കിൽ പിക്ചർ സ്മോൾ ആവും, ഔട്ട് ആണെങ്കിൽ പിക്ചർ ഓക്കെ. വലുതാക്കാനും ചെറുതാക്കാനും അറിയാം ഇല്ലേ? പ്ലേസ് ദ കഴ്സർ ഓൺ ദാറ്റ് rectangle shape button, then cursor became and double sided arrow, click on there and drag out, then picture became large, drag in, picture became small. ഇങ്ങനെയാണ് പിക്ചർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് formatting document. To select one word, double click on the word. To select a paragraph, click on 3 times anywhere in the paragraph. To select the entire document, press Ctrl A. നമുക്കൊരു വേർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ അതിൽ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി. ദെൻ എങ്ങനെയാണ് ഒരു വേർഡ് സെലക്ട് ചെയ്യുന്നത്? ഡബിൾ ക്ലിക്ക് ഓൺ ദാറ്റ് വേർഡ്. പാരഗ്രാഫ് ആണെങ്കിലോ ട്രിപ്പിൾ ക്ലിക്ക് ഓൺ ദ പാരഗ്രാഫ്. പാരഗ്രാഫിന്റെ എവിടെയെങ്കിലും എനിവെയർ ഇൻ ദ പാരഗ്രാഫ് പ്ലേസ് ദ കഴ്സർ ആൻഡ് ട്രിപ്പിൾ ക്ലിക്ക്. ദെൻ ദ പാരഗ്രാഫ് ബിക്കെയിം സെലക്ടഡ്. ഓക്കെ, ഇനി ഒരു വേർഡ് സെലക്ട് ചെയ്യണമെങ്കിലോ പ്ലേസ് ദ കഴ്സർ എനിവെയർ ഓഫ് ദ, അല്ലെങ്കിൽ മിഡിൽ, ഇൻ ഫ്രണ്ട് ഓഫും ബാക്കിലും കൊണ്ടുവച്ച് നടക്കില്ല. ഇൻ ദ വേർഡ്, വേർഡിനകത്ത് എവിടെയെങ്കിലും പ്ലേസ് ദ കഴ്സർ ഇൻ എനിവെയർ ഇൻ ദ വേർഡ്, ദെൻ ഡബിൾ ക്ലിക്ക്, ഇറ്റ് വിൽ ബിക്കെയിം സെലക്ടഡ്. ഓക്കെ, സെലക്ട്. ഇനി എൻ്റെ ഡോക്യുമെന്റ്സ്, മൊത്തം ഡോക്യുമെന്റ്സും ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ എ, കൺട്രോൾ എ. ഓക്കെ, സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഹോം ടാബില് ഫോണ്ട് ഗ്രൂപ്പ്, ഹോം ടാബില് ഫോണ്ട് ഗ്രൂപ്പ്, ഫോൺ ഗ്രൂപ്പിൽ പോയിട്ട് ഫോണ്ട് എന്ന് പറയുന്ന ഒരു വിൻഡോ വരും. കണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു ചെറിയ ആരോ ഇൻ ദ ബോട്ടം റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ആരോ കാണും. ക്ലിക്ക് ഓൺ ദാറ്റ് ആരോ, then we can see the font window. ഫോണ്ട് വിൻഡോ എന്തൊക്കെ മാറ്റാൻ പറ്റും? ഫോണ്ട് വിൻഡോയില് ഫോണ്ട് ഓപ്ഷൻ, ഇതിനകത്ത് 2 ഓപ്ഷനാണുള്ളത്, ഫോണ്ട് ആൻഡ് അഡ്വാൻസ്ഡ്. ഫോണ്ട് ആൻഡ് അഡ്വാൻസ്ഡ്. ഇൻ ദ ഫോണ്ട് സെക്ഷൻ we can change font, font style, font size, പിന്നെയോ ഫോണ്ട് കളർ, അണ്ടർലൈൻ കളർ, അണ്ടർലൈൻ സ്റ്റൈൽ, അണ്ടർലൈൻ കളർ. ദെൻ എഫക്ട്സ് കുറച്ച് മാറ്റാൻ കഴിയും. ഇതെല്ലാം ഇവിടെ മാറ്റം വരും കേട്ടോ. ഇതാണ് പ്രിവ്യൂ. നമ്മൾ മാറ്റം വരുത്തുന്നതെല്ലാം ഇവിടെ കാണാൻ കഴിയും. അതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? പ്രിവ്യൂ. ഫോണ്ട് മാറ്റുവാണ്, ഹെഡിങ് ഫോണ്ട് ആക്കുക എന്ന് വെച്ചോളൂ. ഇവിടെ കണ്ടോ മാറി. റെഗുലർ അല്ല, ഇറ്റാലിക്സ് ആക്കി, സൈസ് മാറ്റി 14 ആക്കി. ദെൻ ഫോണ്ട് കളർ സെലക്ട് ചെയ്യുക. അണ്ടർലൈൻ വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിന്റെ കളർ മാറ്റുക. മാറുന്നുണ്ടോ? ഇവിടെ സ്ട്രൈക്ക് ത്രോ കൊടുത്താൽ വരുന്ന മാറ്റം നോക്കിക്കോണേ. ഇവിടെ സൈസ് കൂട്ടാം. ഓക്കെ, സ്ട്രൈക്ക് ത്രോ കണ്ടോ?
ഒരു ലൈൻ ഇടയിലൂടെ വരും. ഡബിൾ സ്ട്രൈക്ക് ത്രോ 2 എണ്ണം വരും. സൂപ്പർ സ്ക്രിപ്റ്റ് എന്തിനാണ്? എഴുതിക്കൊണ്ടിരിക്കുന്ന വേർഡിന്റെ മുകളിലായിട്ട് നമ്മൾ 2 സ്ക്വയർ എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ. സബ്സ്ക്രിപ്റ്റ് ആണെങ്കിലോ അത് അക്ഷരത്തിന്റെ താഴെ. സ്മോൾ ക്യാപ്, ഓൾ ക്യാപ്, ഹിഡൻ. ഇതൊന്നും ഇതിൽ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഓൾ ക്യാപ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്കിതിൽ സബ്സ്ക്രിപ്റ്റ് വേണ്ട, ഡബിൾ സ്ട്രൈക്ക് ത്രോ വേണ്ട. ഫോണ്ട് മാറ്റാം, ഫോണ്ട് സ്റ്റൈൽ മാറ്റാം, ഫോണ്ട് സ്റ്റൈൽ ബോൾഡ് ആക്കാം. ഓക്കെ. സൈസ് മാറ്റാം. നമുക്ക് അണ്ടർലൈൻഡ് ഓൾ ടെക്സ്റ്റ് ഫോണ്ട് കളർ മാറ്റാം. ഓക്കെ. അണ്ടർലൈൻ കളർ മാറ്റാം. ഓക്കെ കൊടുക്കുക. കണ്ടോ ഡിഫറൻസ്? കണ്ടോ? ഇത്രയാണ് ഫോണ്ട് മാറ്റുന്നത്. ഓക്കെ. നമ്മൾ ഇതുവരെ എന്തൊക്കെയാ പഠിച്ചേ? ഓപ്പൺ ചെയ്യാൻ പഠിച്ചു, ന്യൂ എടുക്കാൻ പഠിച്ചു അല്ലേ? ന്യൂ ഫയലിൽ പോവുക, ന്യൂ ക്ലിക്ക് ചെയ്യുക, ബ്ലാങ്ക് ഡോക്യുമെന്റ്സ് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. എടുത്തു. നമ്മൾ ലെറ്റർ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ പഠിച്ചു. ഓക്കെ. ടെക്സ്റ്റ് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യാൻ അറിയാം ഇല്ലേ? പ്ലേസ് ദ കഴ്സർ ഓൺ ദ വർക്ക് ഏരിയ ഓർ ടെക്സ്റ്റ് ഏരിയ. ദെൻ സ്റ്റാർട്ട് ടു ടൈപ്പ്. ഓക്കെ. Where we want a new line, click on enter. Okay. Backspace കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാം. Remove the letter just in front of the cursor. Okay. When we remove a paragraph or a word or a sentence, select the word, sentence or paragraph. Click on delete button. Okay. Then picture add ചെയ്യാൻ അറിയാം ഇല്ലേ? Insert tab, click on insert tab, then click on illustrations group. ഏത് ഗ്രൂപ്പാണ്? illustration group. Click on picture, select a picture, then insert. Okay. പിക്ചർ ഇൻസേർട്ട് ചെയ്യാനും അറിയാം. ഇത്രയും നല്ലോണം മനസ്സിലായോ? ദെൻ നമുക്ക് ഫോർമാറ്റിംഗ് പഠിച്ചു ഇല്ലേ? സെലക്ട് എ വേർഡ് ഓർ സെന്റൻസ്, ക്ലിക്ക് ഓൺ ഹോം ടാബ്, ദെൻ ഫോണ്ട് ഗ്രൂപ്പ്. അവിടെ തന്നെ എല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ റൈറ്റ് സൈഡിലെ ആരോ ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് വിൻഡോ കാണാൻ കഴിയും. അതിൽ നമുക്ക് ഫോണ്ട് സെക്ഷനിൽ ഫോണ്ട്, ഫോണ്ട് സ്റ്റൈൽ, ഫോണ്ട് സൈസ്, ഫോണ്ട് കളർ, അണ്ടർലൈൻ കളർ ഇതെല്ലാം മാറ്റുവാൻ കഴിയും ഇല്ലേ? അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓൾ ക്യാപ്സ്, സ്മോൾ ക്യാപ്സ് എല്ലാം ചെയ്യാൻ കഴിയും. ഓക്കെ. മാറി വന്നത് കണ്ടോ? ഓക്കെ. ദെൻ ഫോർമാറ്റിംഗ്. നമുക്ക് ഫോർമാറ്റിംഗ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. സെലക്ട് വേർഡ്. ഏതൊക്കെയാ നോക്കിയേ? ഗ്രോ ഫോണ്ട്. ഇതാണ് ഗ്രോ ഫോണ്ട്. എന്താണ് ഗ്രോ ഫോണ്ട്? ഗ്രോ ഫോണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ. സെലക്ട് എ വേർഡ്, ദെൻ ക്ലിക്ക് ഓൺ ഗ്രോ ഫോണ്ട്. Then it is string font. എന്താണ് string font? കണ്ടോ? ഗ്രോ ഫോണ്ട്, string font. ഷോർട്ട്കട്ട് കീസ് നോക്കിയേ. ഗ്രോ ഫോണ്ട് കൺട്രോൾ പ്ലസ് ഗ്രേറ്റർ ദാൻ. string font കൺട്രോൾ പ്ലസ് ലെസ് ദാൻ. കണ്ടോ? ഗ്രോ ഫോണ്ടും string font. ഗ്രോ ഫോണ്ട് ഇൻക്രീസ് ദ ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനാണ്
നമുക്ക് എന്ത് ഉപയോഗിക്കുന്നത്? ഗ്രോ ഫോണ്ട് ഉപയോഗിക്കുന്നത്. സ്ട്രിംഗ് ഫോണ്ടോ? ഡിക്രീസ് ദ ഫോണ്ട് സൈസ്. ഡിക്രീസ് ദ ഫോണ്ട് സൈസ്. Then change case. This is the change case icon. Sentence case ആക്കണമെങ്കിൽ ലോവർ കേസ്, എല്ലാ ലോവർ കേസ് ആയി കണ്ടോ. Then upper case, എല്ലാ ലെറ്റേഴ്സും became upper case. Then capitalize each word. ഓരോ വേർഡിന്റെയും ഫ്രണ്ടിലുള്ള ഫസ്റ്റ് ലെറ്റർ became ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, നമുക്ക് ഇതിൽ നോക്കാം. ഓക്കെ, സെന്റൻസ് കേസ്, സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ലോവർ കേസ്, ഇത് ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പർ കേസ് വലുതാവുന്നേ ഉള്ളൂ, നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് അത് മാറാത്തത്. നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ മാറ്റം വരും. ഇതിൽ മാറ്റം വന്നത് കണ്ടില്ലേ? അതുപോലെ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, എല്ലാ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. ടോഗിൾ കേസ്, ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്ററും ബാക്കിയെല്ലാം ക്യാപിറ്റൽ ലെറ്റർ. നമുക്ക് അതിൽ കണ്ടാൽ മനസ്സിലാവില്ല, ഇതിൽ നോക്കാം. ഓക്കെ, വ്യത്യാസം നോക്കിക്കോളണം കേട്ടോ. സെന്റൻസ് കേസ്, ലോവർ കേസ്, അപ്പർ കേസ്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ടോഗിൾ കേസ്. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ബോൾഡ്, ബോൾഡായി. ഇറ്റാലിക്സ്, bold makes the selected text bold. If the text is bold, then click on bold, it became unbold. കണ്ടോ, remove the bold, bold remove ആവും, bold ആയി. ഇറ്റാലിക്സ്, ഇറ്റാലിക്സ് ഫോർമാറ്റിംഗ്, അത് സ്ലാൻഡ് സ്റ്റൈൽ ആവും. സ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ചരിഞ്ഞ സ്റ്റൈൽ. ഓക്കെ, അപ്പൊ സ്ലാൻഡ് സ്റ്റൈൽ കാരണം ഏതാണ്? ഇറ്റാലിക്സ്. അണ്ടർലൈൻ. അടുത്തത് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതെന്തോ നോക്കിയേ, ക്ലിയർ ഫോർമാറ്റിംഗ്. ഫോർമാറ്റ് ചെയ്തതെല്ലാം ക്ലിയർ ചെയ്യും. കണ്ടോ, നമ്മളിപ്പോ ചെയ്ത ഈ ഫോർമാറ്റിംഗ് എല്ലാം ക്ലിയർ ആയി. അൺഡു കൊടുത്തു, നമ്മൾ തിരികെ ഫോർമാറ്റിൽ വന്നു. നമുക്കത് മാറ്റിയിട്ട് ടോഗിൾ കേസ് മാറ്റാം. ഓക്കെ, അപ്പർ കേസ് ആക്കാം. ഓക്കെ, ബോൾഡാണ്. ഇപ്പം ഇതിൽ എന്തൊക്കെ ഫോർമാറ്റ് ആണ് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ബോൾഡ് ചെയ്തിട്ടുണ്ട്, ഇറ്റാലിക്സ് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഫോർമാറ്റ് ക്ലിയർ ചെയ്യും. ഓക്കെ, ഇനി എന്താണ് സബ്സ്ക്രിപ്റ്റും എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റും എന്ന് നോക്കാം. ഇപ്പൊ ഞാനിവിടെ കഴ്സർ വെച്ചിട്ട് X2 എന്ന് ടൈപ്പ് ചെയ്തു, എന്നിട്ട് 2 സെലക്ട് ചെയ്തു. എന്ത് ചെയ്തു? സെലക്ട് നമ്പർ 2. ദെൻ സബ്സ്ക്രിപ്റ്റ്. എന്തുവാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ? സ്മോൾ ലെറ്റേഴ്സ് ബിലോ ദ ടെക്സ്റ്റ്. കണ്ടോ, ടെക്സ്റ്റിന്റെ താഴെയായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ കൊണ്ടുവരും. തൊട്ടു മുന്നിലുള്ള ടെക്സ്റ്റിന്റെ താഴെയായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ കൊണ്ടുവരും. ഇതാണ് സബ്സ്ക്രിപ്റ്റ്. ഇനി സൂപ്പർ സ്ക്രിപ്റ്റിലാണെങ്കിലോ മുകളിൽ കൊണ്ടുപോകും. കണ്ടോ, ഇത് X2. ഇത് X2. ഫോർ എക്സാമ്പിൾ നമ്മൾ H2O ടൈപ്പ് ചെയ്തു. H2O എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഇല്ലേ? വാട്ടറിന്റെ പേരാണ്, അതിന്റെ ഫോർമുലയാണ് എന്തോന്ന്? H2O. നമ്മളിപ്പോ ഇതെങ്ങനെ വായിക്കും? H2O എന്ന് വായിക്കും. പക്ഷെ ഹൈഡ്രജന്റെ 2 തന്മാത്രയാണ് H2 എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യുക, 2 സെലക്ട് ചെയ്യുക, സബ്സ്ക്രിപ്റ്റ് ചെയ്യുക. കണ്ടോ, ഇതാണ് H2O. ഇനി A + B the whole square.
വേണ്ട, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊടുക്കാം. എ സ്ക്വയർ പ്ലസ് പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെ വായിക്കൂ. B2 സോറി A2 പ്ലസ് B2 എന്ന് വായിക്കും ഇല്ലേ? നമ്മൾ എന്ത് ആക്കണം? എ സ്ക്വയർ ആക്കാൻ 2 സെലക്ട് ചെയ്യുക, ഗോ ടു ഫോണ്ട് ഗ്രൂപ്പ്, ദെൻ സെലക്ട് സൂപ്പർസ്ക്രിപ്റ്റ്. കണ്ടോ? സെലക്ട് B2 സെലക്ട് ചെയ്യുക, ഗോ ടു ഫോണ്ട് ഗ്രൂപ്പ്, സെലക്ട് സൂപ്പർസ്ക്രിപ്റ്റ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതിനാണ് എന്തുപയോഗിക്കുന്നത്? സൂപ്പർസ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനിയുള്ളത് ടെസ്റ്റ് എഫക്റ്റ് ആണ്. എന്താണ് ടെസ്റ്റ് എഫക്റ്റ്? ഒരു വേർഡ് നമ്മൾ സെലക്ട് ചെയ്യുക, ദെൻ ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കുക. കണ്ടോ? ഇവിടെ വരുന്ന മാറ്റം ശ്രദ്ധിച്ചുകൊള്ളു. ഇതാണ് ടെക്സ്റ്റ് എഫക്റ്റ്. Provide with different built-in text effect such as glow, reflection, shadow, etc. Okay. Then text highlight color. ഇതിലേതാണ് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ എന്നറിയാവോ? ഇതാണ് AB എന്നെഴുതിയിട്ട് ഒരു പെൻസിലിന്റെ പടവും കൂടി കാണും. അതാണ് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ. സെലക്ട് ദ ടെക്സ്റ്റ്, ദെൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ടെക്സ്റ്റിന്റെ പുറകില് ഈ കളർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരും. കണ്ടോ? ഇതാണ് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ കൊടുത്താലുള്ള സ്റ്റൈൽ. ഓക്കെ, ഇത്രയും നല്ലോണം മനസ്സിലായോ? ഓക്കെ, ദെൻ saving a document. Saving a document. Click on File. Click on File. Then click on Save button. Then we can see a Save As dialog box. Save As window. We can see a Save As window. Default സ്റ്റോറിംഗ് ഏരിയ ഏതാണ്? ഡിഫോൾട്ട് സ്റ്റോറേജ് ഏരിയ എപ്പോഴും ഡോക്യുമെന്റ് ലൈബ്രറി ആയിരിക്കും. ഏതാണ്? ഡോക്യുമെന്റ്സ് എന്നാണ് ഇവിടെ കാണുന്നത്. ഡോക്യുമെന്റ്സ് ആണ് ഡിഫോൾട്ട് സ്റ്റോറേജ് ഏരിയ. ഓക്കെ, ദെൻ നമ്മളുടെ ഫയൽ നെയിം ഉണ്ട് അല്ലേ? ഫയൽ നെയിമിന്റെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ ഫയലിന് ഒരു പേര് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമുക്ക് സ്റ്റാൻഡേർഡ് 6 എന്ന് കൊടുക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് 6 കൊടുത്തു. സേവ് കൊടുക്കുക. സേവ് ആയിട്ടുണ്ട്. ഇപ്പം എന്തായിട്ടുണ്ട്? സേവ് ആയിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്യാൻ വേണ്ട ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+S. ഏതാണ്? Ctrl+S. ഇനി നമുക്ക് ഫയലിൽ ഒരിടത്ത് സേവ് ചെയ്യണം എങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഫയലില് സേവ് കൊടുക്കും ഇല്ലേ? ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൂടി സേവ് ചെയ്യണമെങ്കിൽ സേവ് ആസ് കൊടുക്കുക. ഓക്കെ, സേവ് ആസ് കൊടുക്കുക. നമുക്കിനി വേറെ എവിടെയെങ്കിലും സേവ് ചെയ്യണമെങ്കിൽ സേവ് ആസ് കൊടുത്തിട്ട് സെയിം സ്റ്റെപ്പ് കൊടുത്താൽ മതി. ഒരു കോപ്പി കൂടി അതിൻ്റെത് കിട്ടും. ഓക്കെ, ദെൻ ക്ലോസിങ് എ ഡോക്യുമെന്റ്. നമുക്കൊരു ഈ ഡോക്യുമെന്റ് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്നാണ്. ഫയൽ ടാബിൽ പോവുക, ക്ലോസ് കൊടുക്കുക. ഫയൽ ടാബിൽ പോവുക, ക്ലോസ്. കണ്ടോ? നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഡോക്യുമെന്റ് ക്ലോസ് ആയിട്ടുണ്ട്. പുതിയതൊരെണ്ണം അവിടെ തന്നെ ഉണ്ട് ഇല്ലേ? നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഫയലിലെ ക്ലോസ് കൊടുത്താൽ കറണ്ട് ഡോക്യുമെന്റ് ആണ് ക്ലോസ് ആകുന്നത്. ഒരിക്കലും വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് വിൻഡോ ക്ലോസ് ആവുകയില്ല കേട്ടോ. ഫയലിലെ ക്ലോസ് വിൻഡോ കൊടുത്താൽ കറണ്ട് ഡോക്യുമെന്റ്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ഡോക്യുമെന്റ് ക്ലോസ് ആകും.
എന്നാൽ മൈക്രോസോഫ്റ്റ് വേർഡ് വിൻഡോ ക്ലോസ് ആവുകയില്ല. നമുക്കത് വീണ്ടും എന്ത് ചെയ്യാം? പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഷോർട്ട് കട്ട് കീ ഏതാണ്? Alt plus F4. Alt plus F4. Alt കീ പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിന്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ഫംഗ്ഷൻ കീസ് ആയ F1, F2, F3, F4 തുടങ്ങി F12 വരെ ഉണ്ട് ഇല്ലേ? അതില് F4 കൂടി പ്രസ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? കറണ്ട് ഡോക്യുമെന്റ് വിൻഡോ ക്ലോസ് ആകും. ഓക്കെ, നമുക്ക് ഓപ്പണിംഗ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? ഫയലിൽ പോവുക, ഓപ്പൺ എടുക്കുക. നമ്മൾ ഡോക്യുമെന്റ്സിൽ എന്ത് പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്ന് ഫയൽ നെയിം വരുന്ന സ്ഥാനത്ത് അടിച്ചു കൊടുക്കുക. സ്റ്റാൻഡേർഡ് 6. ഓക്കെ, ദെൻ ഓപ്പൺ കൊടുക്കുക. കണ്ടോ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഡോക്യുമെന്റ് ഓപ്പൺ ആയി. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+O. ഏതാണ്? Ctrl+O. ഷോർട്ട് കട്ട് കീസ് എല്ലാം കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, ഷോർട്ട് കട്ട് കീസ് എല്ലാം കാണാതെ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് എങ്ങനെ എക്സിറ്റ് ചെയ്യാം? നമുക്ക് ഈ വേർഡ് വിൻഡോ, മൈക്രോസോഫ്റ്റ് വേർഡ് വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഫയലിൽ പോവുക, എക്സിറ്റ് കൊടുക്കുക. കേട്ടോ, ഫയലിൽ പോവുക, എക്സിറ്റ് കൊടുക്കുക. ഇതിൽ ഷോർട്ട് കട്ട് കീസ് എല്ലാം നമ്മൾ ഒരുപാട് പഠിച്ചു ഇല്ലേ? ഒരു കാര്യം ചെയ്യണം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാ ഷോർട്ട് കട്ട് കീസും ലിസ്റ്റ് ആക്കി എനിക്ക് അയച്ചു തരണം. എന്നിട്ടത് കാണാതെ പഠിക്കുകയും വേണം കേട്ടോ. ഈ ടെസ്റ്റ് ഞാനിപ്പോ പഠിപ്പിച്ച എല്ലാ ഷോർട്ട് കട്ട് കീസും എന്ത് ചെയ്യുക? ലിസ്റ്റ് ആക്കി എഴുതി അയച്ചു തരിക. ഓക്കെ, ടെക്സ്റ്റ് നല്ലവണ്ണം വായിക്കണം. നോട്ട് വരുമ്പോൾ കമ്പൾസറി ആയിട്ട് അന്ന് തന്നെ എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ, അസൈൻമെന്റും പ്രോജക്റ്റും മറന്നിട്ടില്ലല്ലോ? അയക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചു തരണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമസ്തേ.